So guys, we just finished our last film. ലാസ്റ്റ് ഫിലിം എന്ന് പറയാൻ പറ്റത്തില്ല. ഇനി താഗൂർ തിയേറ്ററിലൊരു ലാസ്റ്റ് ഫിലിം കൂടി, താഗൂർ തിയേറ്ററിന് ഒരു ഫിലിം കൂടി ഉണ്ട്. അറിയത്തില്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് അത്. അവിടെ തിരക്കാണെങ്കിൽ അവിടെ കയറത്തില്ല. സോ ദിസ് ഈസ് ഗോയിങ് ടു ബി മൈ ലാസ്റ്റ് ഫിലിം. സോ അവിടെ ചെന്നിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ബൈ ദ വേ ഇറ്റ്സ് ഡേ 8 ഓഫ് IFFK, December 19. ഭയങ്കര വെയിലാണ്, എനിക്ക് കാണാൻ പറ്റുന്നില്ലൊന്നും. അവിടെ ചെന്നിട്ട് എനിക്ക് താഗൂറിൽ പെട്ടെന്ന് എത്തിയാൽ മതി. എത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. സോ ഗൈസ്, ആക്ച്വലി ഞാനാണ് ഈ കൈരളിലെ മൂവി കഴിഞ്ഞിട്ട് നിൽക്കുമായിരുന്നു ഓട്ടോയ്ക്ക്. ഓട്ടോ വന്നില്ല, കുറേ ടൈമായിട്ട് നിന്നിട്ട് അവസാനം 2 പേര് ക്യാബ് ബുക്ക് ചെയ്തു. ക്യാബല്ല, നമ്മുടെ കേരള സഫാരി ബുക്ക് ചെയ്തപ്പോഴത്തേക്കും അതിൽ കൂടി ഇങ്ങനെ കയറിങ്ങി വന്നു. മൂവി ക്യൂ ഒന്നും കാണാനില്ല, ആളില്ലേ, ആളുണ്ടോ? ഇറ്റ്സ് കോംപ്ലിക്കേറ്റഡ്. നോക്കട്ടെ, അവിടെ ചെന്നിട്ട് അറിയാം എന്താണെന്ന്. വെൽ, ഇന്ന് അത്യാവശ്യം ഞാൻ വേറെ കുറച്ചുകൂടി തിരക്ക് കാണും, പക്ഷെ അത്ര തിരക്കൊന്നും ഇല്ല ഇവിടെ. എനിവേ, സോ ഇതാണ് ഗൈസ് എൻ്റെ ഔട്ട്ഫിറ്റ് ഇന്നത്തെ. ഐ തിങ്ക് ഇന്ന് ഭയങ്കര തിരക്കൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇനി എല്ലാവരും കയറ്റി കഴിഞ്ഞു. ഞാൻ എന്തായാലും അകത്ത് കയറിയിട്ട് ബാക്കിയെടുക്കാം. സോ ഗൈസ്, താഴെ സീറ്റ് പിടിക്കാൻ പെട്ടെന്ന് ഓടി വന്നു, പക്ഷേ വന്നപ്പോഴത്തേക്ക് മേലോട്ട് പറഞ്ഞിട്ട് ഇവിടെ ഇരുന്ന് കാണാൻ അത്ര സുഖമുള്ള കാര്യമല്ല. എന്തായാലും കയറിയിട്ട് ഒരു സ്ഥലം കണ്ടുപിടിക്കാം. സോ ഗൈസ്, ഫൈനലി ഒരു സ്പോട്ട് കിട്ടി. ആക്ച്വലി ഞാൻ താഴെ ഇരിക്കാനാണ് ഓടി വന്നത്, പക്ഷേ ഫുള്ളായിട്ടാണോ അല്ലെന്ന് അറിയത്തില്ല, കയറ്റി വിട്ടില്ല. മുകളിലോട്ട് പോകാൻ പറഞ്ഞു. ഞാൻ മെയിൻലി ഇരിക്കുന്ന സ്ഥലം സ്ട്രെയിറ്റ് ആണ്, അതായത് കുറച്ച് അപ്പുറത്തായിട്ടൊരു, അവിടെ ആളായി ഒരുവിധം ഒരു സ്ഥലം ഒപ്പിച്ചിരിപ്പുണ്ട്. ഐ ഡോണ്ട് ലൈക്ക് ടു സിറ്റ് ഹിയർ. എനിക്കിത് ഇവിടെ ഇരിക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സി, ഇങ്ങനെയാണ് നമ്മുടെ ഒരു വ്യൂവിങ് പോയിന്റ് വരുന്നത്. സോ ഗൈസ്, ഞാനാണെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ആയിരുന്നത്. സോ ലാസ്റ്റ് ഇയർ എന്നല്ല, 2022 ഞാൻ എവിടെയാണോ ഇരുന്നത് ലാസ്റ്റ് മൂവിക്ക്, അവിടെ തന്നെയാണ് ഈ പ്രാവശ്യം ഇരുന്നത്. ആൻഡ് ഒരു ഫോട്ടോ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. ഇറ്റ് വെൻറ്റ് വെൽ. ആ ഫോട്ടോ ഞാൻ കാണിക്കാം. ഐ മീൻ 2022 എടുത്ത ഫോട്ടോയും ആൻഡ് ആൾസോ ഇപ്പോൾ എടുത്ത ഫോട്ടോയും ഞാൻ കാണിച്ചു തരാം. വേറൊന്നുമില്ല, ജസ്റ്റ് ഇവിടെ ഒന്നുകൊണ്ട് ആ സ്ക്രീൻ എടുക്കുന്നത്. ആൻഡ് ഇവർ ലൈറ്റ് എടുത്തത് കുറച്ച് ലൈറ്റായിട്ട്, അതുകൊണ്ട് എനിക്ക് ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് കിട്ടി, എങ്ങനെ കിട്ടി. ദ ഹോൾ പിക്ചർ ഈസ് സോ ഗുഡ്. സോ ഇതാണ് ലാസ്റ്റ് മൂവി, IFFKയിലെ ലാസ്റ്റ് മൂവി. ആൻഡ് സോ എൻ്റെ 13th IFFK ലാസ്റ്റ് മൂവിയാണ് കഴിഞ്ഞത്. ആലോചിക്കുമ്പോൾ കുറച്ച് ഇത് തോന്നുന്നുണ്ട്, ബിക്കോസ് ഒരാഴ്ച അടിപൊളിയായിരുന്നു. നാളെ തൊട്ട് നോർമൽ ഡേ. ഇനിയിപ്പോൾ നിശാഗന്ധിയിൽ പരിപാടി ഉണ്ട് വൈകുന്നേരം, അപ്പം അങ്ങോട്ട് പോകണം. അതുകൊണ്ട് കഴിഞ്ഞിട്ട് അവിടെ ഒരു പ്രദർശനം ഉണ്ടായിരിക്കും. ഇതായിരുന്നു നമ്മൾ ലാസ്റ്റ് എടുത്ത പ്ലേസ്. ഒരു ആഘോഷമാണെന്ന് തോന്നുന്നു. എനിക്ക് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ദ തിങ് ഈസ് എനിക്ക് ഫോട്ടോ എടുത്തിട്ട് ആരുമില്ല. സോ അതുകൊണ്ട് ഞാനിങ്ങനെ ഇറങ്ങി. ഫോട്ടോ എടുക്കണമെന്നുണ്ട്, പോയി എടുത്താലും എന്നാലേക്ക് ആരുടെ പറഞ്ഞ് അവർ എടുത്തു തരും. സോ വാട്ട് യു തിങ്ക് പോണോ വേണ്ടി? സോ ഗൈസ്, ഫോട്ടോ എടുത്തില്ല എന്ന് വിഷമം മാറി. കിട്ടി, ഫോട്ടോ കിട്ടി. ഐ ഡിഡ്ന്റ് എക്സ്പെക്ട് ദാറ്റ്. ലൈക്ക് ഫോട്ടോ കിട്ടുന്നിട്ട് പ്രതീക്ഷിച്ചില്ല. ഇറങ്ങിയതായിരുന്നു ആക്ച്വലി. ഇറങ്ങിയിട്ട് പിന്നെ ഞാൻ തിരിച്ച് കയറി ഫോട്ടോ എടുക്കാനായിട്ട്. ആൻഡ് ഫോട്ടോ കിട്ടി. ഇതാണ് പറയേണ്ട സ്ഥലത്ത് പറഞ്ഞാൽ കിട്ടും, ഇല്ലെങ്കിൽ കിട്ടത്തില്ല. ഇപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കാതെ ഇറങ്ങിപ്പോയിരുന്നെങ്കിൽ എനിക്ക് താഴെ ഇറങ്ങിയതിന് ശേഷം ഒരു അല്ലാത്ത കുറ്റബോധമായിരിക്കും. അപ്പോൾ അതില്ല. ഇത്രയും ദിവസം ഇവിടെ കൂടി കറങ്ങി നടന്നിട്ട് ഞാൻ ഈ ഒരു ടെൻറ്റ് ഇപ്പോഴാണ് കാണുന്നത്. വെച്ചു നമുക്ക് അകത്ത് കയറി നോക്കാം. കമ്പാണ് ഡാർക്കാണുണ്ട്. ലൈറ്റിൻ്റെ കണ്ടിട്ട് നമ്മൾ ഇറങ്ങുവാണ് വെളിയിലോട്ട്. പ്രത്യേകിച്ചൊന്നുമില്ല, കുറേ ഫോട്ടോസ്, പഴയ നടന്മാരുടെയും കുറേ ഇതിൻ്റെയൊക്കെ ഫോട്ടോസേ ഉള്ളൂ. ഇത്ര ദിവസം ഇവിടെ നിന്നിട്ട് ഞാൻ ഇപ്പോഴാണ് ഇതെല്ലാം കാണുന്നത്. ഇങ്ങോട്ട് വരക്കില്ലല്ലോ. കൊള്ളാം കേട്ടോ. ഇത് ജെമിനി വെച്ച് ക്രിയേറ്റ് ചെയ്യുന്നതല്ലേ. ഇത് എടുത്താലും ഞാൻ ഇതിൻ്റെ ഇവിടെ നിന്നാണ് ഫോട്ടോ എടുക്കുന്നത്. കണ്ടോ, നമ്മളിനി വീഡിയോ എടുത്ത് സെറ്റാക്കും. ഇവിടെ ഒരു
ടെൻ്റ് ഉണ്ടായിരുന്നു, നമുക്ക് നോക്കാം ഇന്നത്തെ എങ്ങനെയാണെന്ന്. അകത്ത് വീഡിയോ ഉണ്ടോ എന്ന് അറിയത്തില്ല. ഇത് ഹോളോഗ്രാം ആണ് കേട്ടോ ഗൈസ്, ഇറ്റ്സ് സോ ഗുഡ്. ഇത് ഹോളോഗ്രാം അല്ല, ഇത് ഫാനാണ്. നൈസ്. ഫൺ പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലാസ്റ്റ് 2022 വന്നപ്പോഴും സെയിം കോസ്റ്റ്യൂം ആയിരുന്നു. അതായത് IFFK ക്രിക്കറ്റും സെയിം കോസ്റ്റ്യൂം. ഇപ്രാവശ്യം സെയിം കോസ്റ്റ്യൂമായിട്ട് എനിക്ക് ഫോട്ടോ എടുക്കാൻ ചെറിയൊരു മടി. എന്തായാലും എടുക്കാനൊന്നും പോകത്തില്ല, വേറെ നമുക്ക് ഇറങ്ങിയിട്ട് വരാം. നമുക്ക് ഇവരുടെ കൂടുതൽ സെൽഫി എടുക്കാം. കുറേ പേരൊക്കെ അറിയാം, കുറേ പേരൊന്നും അറിയത്തില്ല, എന്നാലും കുഴപ്പമില്ല. ഇവിടെ ഒരുണ്ട് ഉള്ളതുപോലെ ഓണം. ഇവിടെ തൂക്കിയിട്ടിരിക്കുന്ന സഞ്ചി മൊത്തം ഐ തിങ്ക് എല്ലാ വർഷവും നമുക്ക് ഡെലിഗേറ്റ്സിന് കൊടുക്കുന്ന സഞ്ചിയാണെന്ന് തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല. ആക്ച്വലി അത് കൊള്ളാം കേട്ടോ, ആ ഒരു ഐഡിയ കൊള്ളാം. ലൈക്ക് എല്ലാ വർഷവും ഡെലിഗേറ്റ്സിന് കൊടുക്കുന്ന സഞ്ചി പ്രദർശിപ്പിച്ചത്, ഇറ്റ്സ് സോ ഗുഡ്. ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് IFFK 27. ഇതെൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഈ സഞ്ചി നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ കണ്ടത് ആക്ച്വലി അവിടെ നമ്മുടെ IFFKയിൽ എല്ലാവർക്കും IFFKയിൽ എല്ലാ പ്രാവശ്യം കൊടുക്കുന്ന ബുക്സ് ഉണ്ടല്ലോ, അതായത് ഫിലിമിൻ്റെ ഇതുള്ള ബുക്സ് ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. ആൻഡ് ഐ ഡോണ്ട് നോ വാട്ട് ഇസ് ദിസ്. എനിക്കിത് ഇത് മറ്റേ ID കാർഡ്. ഓക്കെ ഐ ഡോണ്ട് നോ. എനിക്ക് ഫസ്റ്റ് മനസ്സിലായില്ല, ഇപ്പോഴാണ് മനസ്സിലായത് സംഭവം. ഫസ്റ്റ് എനിക്ക് മനസ്സിലായത് ഇത് ID കാർഡാണ്, ഇങ്ങനെയാണ് മനസ്സിലായത്. അവിടെ നമ്മുടെ ബുക്കുണ്ട്, ഇവിടെ നമ്മുടെ ID കാർഡുണ്ട്, എൻ്റെ ആവശ്യം ഇവിടെ നമ്മുടെ സഞ്ചിയുണ്ട്, സംതിങ് എൽസ് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ പറയാനാണെങ്കിൽ നമ്മുടെ IFFK സിഗ്നേച്ചർ ഫിലിമുണ്ട്. അതായത് മൂവി തുടങ്ങുന്ന സമയത്ത് പ്രദർശിപ്പിക്കുന്ന ഒരു ഷോർട്ട് വീഡിയോ. അതായത് ആ ഒരു എന്താ പറയുക, ആ ഒരു ഇയറിനെ ബേസ് ചെയ്തിട്ട് എടുക്കുന്ന ഒരു ഇയറിനെ ബേസ് ചെയ്തിട്ടല്ല, ബട്ട് സ്റ്റിൽ ആ ഇയറിൻ്റെ അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2025 IFFK ആണെങ്കിൽ ആ ഒരു IFFKയിൽ ആ ഒരു സിഗ്നേച്ചർ ഫിലിം ഉണ്ടല്ലോ, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കും. അതിപ്പോൾ ഇവിടെ പ്രദർശിപ്പിക്കും. എൻ്റെ ഫേവറേറ്റ് വന്നിട്ട് 2022 ഇറ്റ്സ് ലൈക്ക് മോസ്റ്റ് ഫേവറേറ്റ്. എൻ്റെ റിംഗ് ടൂൺ ആയിട്ട് ഒരു കേട്ടിട്ടുണ്ട്. സോ അതിപ്പോൾ ഇവിടെ കാണിക്കുന്നത്, നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓൾഡൊക്കെ കാണിക്കുന്നത്, അതായത് 2007 2006 കാണിക്കുന്നത്. ഞാൻ 2022 ഉണ്ടെന്ന് പറഞ്ഞ് പോയി നിന്നത്, പക്ഷേ അതവിടെ കാണിക്കുന്നില്ല. അതവിടെ കാണിക്കുന്നില്ല. കാണിച്ചാൽ കുറച്ചൊരു ബെറ്റർ ആയിരിക്കും. എനിക്ക് നിങ്ങൾക്ക് അത് കാണിക്കാൻ കൂടി ചെയ്യാമല്ലോ. സോ എനിക്ക് ഇവിടെ നിന്ന് പോകാൻ തോന്നുന്നില്ല, കാരണം ഇവിടെ മറ്റേ ബുക്സിൻ്റെ പ്രദർശനവും ആ സഞ്ചിയുടെയും പ്രദർശനവും ഒക്കെ ഉള്ളതുകൊണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടെ നിന്ന് പോകാൻ തോന്നുന്നില്ല. ഇവിടെ കയറിയില്ലായിരുന്നെങ്കിൽ വലിയ നഷ്ടമായിരുന്നു ആക്ച്വലി. അവിടെ നിന്ന് കുറച്ചുകൂടി ഫോട്ടോ എടുത്താൽ കൊള്ളുന്നുണ്ട്. ഞാൻ അതിനാണ് വെയിറ്റ് ചെയ്യുന്നത്, ഒന്നുകൂടി ചെക്ക് ചെയ്തത്. അവിടെ ഒരു നല്ല ഫ്രെയിംസ് ഉണ്ടായിരുന്നു, പക്ഷേ ഫോട്ടോ എടുത്ത് തരാൻ വേണ്ടിയിട്ട് അത്രയും നല്ല ഒരു ഇതില്ലാത്തതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. നമുക്ക് ഇങ്ങോട്ട് നോക്കാം. പക്ഷെ ആ ഒരു ഏരിയ ഉണ്ടല്ലോ, ആ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സംഭവമാണ്. ആ ഒരു ഐഡിയ ആർക്ക് കിട്ടുന്നതായിരുന്നു ഇവിടെ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ആ മരത്തിൽ ആ സഞ്ചി തൂക്കിയിട്ടിരുന്നതും പിന്നെ പഴയ IDFFയുടെ കാർഡും ബുക്കൊക്കെ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത്, ഇറ്റ്സ് സോ ഗുഡ് ടു വാച്ച്. ഈ പുള്ളി നിങ്ങൾക്ക് അറിയാമോ ഗൈസ്? ഡു യു നോ ദിസ് ഗായ്? 2022 തപ്പി അവസാനം ഞാൻ വെളിയിൽ പോകാൻ തോന്നുന്നു, കാണുന്നില്ല 2022. ആദ്യം ഞാൻ വിചാരിച്ചു ഒരു സ്ഥലത്തായിരിക്കും ഇതെല്ലാം കാണിക്കുന്നത്, പക്ഷേ ഒരു സ്ഥലത്തല്ല. ഇത് മൾട്ടിപ്പിൾ ആയിട്ട് ഡിഫറെൻറ്റ് സ്ക്രീനിലാണ് കാണിക്കുന്നത്. മേ ബി ഐ തിങ്ക് 1 to 5 ആ ഒരു രീതിയിൽ. നോക്കട്ടെ, എൻ്റെ ഫേവറേറ്റ് കാണുവാണെങ്കിൽ ഞങ്ങൾ കാണിക്കാം. ഇതായിരുന്നു നമ്മുടെ ഫേവറേറ്റ് 27th IFFK. സോ ഇതിൻ്റെ സിഗ്നേച്ചർ വീഡിയോ ഞാൻ തപ്പുന്നു, പക്ഷേ ഇവിടെ എത്തിയിട്ടില്ല. ഐ തിങ്ക് ഇപ്പം ഞാൻ കാണിക്കുന്ന ഇവിടെ ആയിരിക്കും മേ ബി. നോക്കാം, ഇതല്ല നമ്മുടെ ഫേവറേറ്റ്. ഇപ്പോൾ വരും. ദിസ് ഈസ് വാട്ട് ഐ ആം ടോക്കിംഗ് അബൌട്ട്. ഇതായിരുന്നു എൻ്റെ ഫേവറേറ്റ് 27.
രാജാവ് സ്വപ്നം കാണാം. എല്ലാ സിഗ്നേച്ചർ വീഡിയോയും പ്രദർശിപ്പിക്കുന്ന എടുക്കണമെന്നുണ്ട്, പക്ഷെ അതെടുത്താൽ എൻ്റെ ഫോണിലെ സ്റ്റോറേജ് ഫുള്ളാവുമെന്നല്ലാതെ പ്രത്യേകിച്ച് വലിയ പ്രയോജനമൊന്നുമില്ല. ഞാൻ അത് യൂസ് ചെയ്തിട്ടില്ല. ആൻഡ് ആൾസോ ഞാനത് അപ്ലോഡ് ചെയ്യാനും പോകുന്നില്ല, കാരണം അതാരും ഇരുന്ന് കാണാനൊന്നും പോകുന്നില്ല. എടുത്തു വെച്ചിരുന്ന എനിക്ക് ഇടയ്ക്ക് വെച്ച് ഞാൻ കാണുന്നില്ല. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 27th ഞാൻ എടുത്തിട്ടുണ്ട്. സോ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 27th വീഡിയോയും 28th വീഡിയോസൊക്കെ കാണുമ്പം മൈൻഡ് ബ്ലോയിങ് ആണ്. അടിപൊളി വെച്ചാൽ അടിപൊളി. സോ എന്തുകൊണ്ട് അവർ 13th വീഡിയോ ഒരു ചെറിയൊരു ആനിമേഷനിൽ ഒതുക്കി എന്നൊരു ചെറിയ ഡൗട്ടുണ്ട് എനിക്ക്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഇതൊന്നും തോന്നുന്നില്ല. ജസ്റ്റ് ഒരു വീഡിയോ, ഒരു ഇൻട്രോ വീഡിയോ വന്നിട്ട് പെട്ടെന്ന് നമുക്ക് പോകും. പക്ഷേ 27th വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറെ ലെവൽ. സോ അതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് എല്ലാം എടുക്കണമെന്നുണ്ട്, പക്ഷേ എല്ലാം ഒന്നും എടുക്കുന്നില്ല, കുറച്ച് എടുക്കുന്നുള്ളൂ. സോ ഗൈസ്, നമ്മൾ കറങ്ങി തിരിഞ്ഞ് പിന്നെ അവസാനം ഇവിടെ തന്നെ എത്തിയിരിക്കണം. ഞാനോർത്ത് അതുവഴി അങ്ങ് എക്സിറ്റ് ആവുന്നതായിരിക്കും, പക്ഷെ അതുവഴി എക്സിറ്റ് അല്ല. പിന്നെ നമ്മൾ കറങ്ങി ഇവിടെ തന്നെ വന്നിരിക്കുകയാണ്. എനിക്ക് അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് മതിയല്ല, ഇനി എടുക്കണമെന്നുണ്ട്. പക്ഷെ ആരെടുത്ത് നമ്മളോട് ചെക്ക് ചെയ്യാം. ഭയങ്കര ഹാപ്പിയാണ്, കാരണം ഞാൻ എങ്ങനെയാണോ ഉദ്ദേശിച്ചത് അതുപോലെ തന്നെ ഒരാൾ എനിക്ക് ഫോട്ടോ എടുത്ത് തന്നു. ഒട്ടും പ്രതീക്ഷയില്ല അങ്ങനെ കിട്ടുമെന്ന്. ഞാൻ 2-3 അടുത്ത് ഫോട്ടോ എടുക്കാൻ കൊടുത്തിരുന്നു, പക്ഷേ ആണെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച പോലേക്ക് വന്നില്ല. പിന്നെ ലാസ്റ്റ് ഒരു പയ്യൻ വന്നു, അവൻ എടുത്തു തന്ന ഫോട്ടോ ഞാൻ അതിവിടെ കൊടുക്കാം, സൈഡിൽ കൊടുക്കാം. അടിപൊളിയെന്ന് വെച്ചാൽ വേറെ ഇല്ല. ഞാനോട് ചോദിച്ചു കുറച്ചുകൂടി ഫോട്ടോസ് എടുത്ത് തരുമെന്ന്. അപ്പോൾ അവനാണെങ്കിൽ ഓക്കെ എടുത്തു തരുമെന്ന് പറഞ്ഞു. അപ്പോൾ എടുക്കണമെന്നുണ്ട്. പിന്നെ 2-3 സ്ഥലം കൂടി ഉണ്ട് കവർ ചെയ്തിട്ട്. പിന്നെ അതുകൂടി കവർ ചെയ്തിട്ട് ഞാൻ നേരെ നിശാഗന്ധിയിലോട്ട് പോകും. നിശാഗന്ധി പോയി കഴിഞ്ഞിട്ട് ഫോണൊന്ന് ചാർജ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പ്ലാൻ. സോ നോക്കട്ടെ എങ്ങനെയാണെന്ന്. നല്ല വെയിലുണ്ട്. ഇവിടെ നിന്നൊരു ഫോട്ടോ എടുക്കാൻ പെട്ട പാട് എനിക്കറിയാം. അന്ന് ഞാൻ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ നോക്കിയ സാധിച്ചില്ല. ഇപ്പം നമ്മൾ ഫോട്ടോ എടുത്തിരിക്കും. അക്കാഡമി കഴിഞ്ഞു. സോ ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റും. കാരണം ഒറ്റയ്ക്ക് വന്നുള്ള സീൻ ഇതാണ്. ഇപ്പം നമുക്ക് ഉദ്ദേശിച്ച സ്ഥലത്ത് ഫോട്ടോ എടുക്കാൻ പറ്റില്ല. സോ നമ്മൾ അവിടെ നിന്ന് ഫോട്ടോ എടുത്തു കഴിഞ്ഞു. ഇനി ഒരു സ്ഥലം കൂടെ ഉണ്ട്, അവിടെ നിന്നും കൂടി എടുത്തു കഴിഞ്ഞാൽ ഫുൾ ഡൺ. പിന്നെ എനിക്ക് പോയി ഫോൺ ചാർജ് ഇടാം. സോ അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. ആൻഡ് ഇപ്പോൾ എടുത്ത ഫോട്ടോ കൊള്ളാം, പക്ഷേ ഒരു സൂമിനും കൂടി വേണമായിരുന്നു. അത് പറ്റിയില്ല, അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതും കൂടി എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഞാൻ ചിലപ്പോൾ ഒരു വട്ടം കൂടി വരും, ഒരു വട്ടം വന്നിട്ട് എടുക്കും, ചിലപ്പോഴേ എടുക്കുള്ളൂ. ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കണം, അതൊന്നും നോക്കിയിട്ട് നോക്കും. എല്ലാവരും എൻജോയ് ചെയ്യുന്ന തിരക്കിലാണ്. ഫോട്ടോ എടുക്കാൻ നടക്കുമെന്ന് തോന്നുന്നില്ല. ഇല്ലാണെങ്കിൽ ബീച്ച് കഴിഞ്ഞ് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇനി ഇടയ്ക്ക് കയറി പോയി കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ നടക്കില്ല. സോ ഗൈസ്, ഞാൻ ഒറ്റയ്ക്കാണ് ഫോട്ടോ എടുക്കാൻ പോയത്. ആൻഡ് അവിടെ ബിൻസി കണ്ടു, അങ്ങനെ സെൽഫി എടുത്തു. ആക്ച്വലി ഞാൻ ഒറ്റയ്ക്ക് അവിടെ വെച്ച് എനിക്ക് ഇനി ഒരു ഫോട്ടോ കൂടെ എടുക്കണമെന്നുണ്ട്. ബട്ട് കുഴപ്പമില്ല, മറ്റേ അവിടെ നിന്ന് ബാക്ക്ഗ്രൗണ്ടിൽ എടുത്തല്ലോ, അതുകൊണ്ട് ഇനി കുഴപ്പമില്ല. ഇനി എന്താണ് പ്ലാൻ? എങ്ങോട്ടാണ് പോകേണ്ടത്? തമ്പാനൂർക്ക് പോയാലോ? സോ ഗൈസ്, നമ്മൾ തമ്പാനൂർക്ക് പോകാനാണ് പ്ലാൻ ചെയ്തിരുന്നത്. ഞാൻ ഇവിടെ മറ്റേ ബസ് കിടക്കുന്നുണ്ട്. ബസ്സിനകത്ത് ഇനി ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്ന് ചാർജ് ചെയ്യും. ലൈറ്റ് ഇപ്പുറത്തെ സൈഡാണ് ഗൈസ്, അതുകൊണ്ട് എനിക്ക് കിട്ടത്തില്ല നല്ലപോലെ. വെയിൽ അപ്പുറത്തെ സൈഡാണ്, എനിക്കാണെങ്കിൽ നല്ലപോലെ ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. എനിവേ, ഞാൻ പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ അവിടെ നിന്ന് ഒറ്റയ്ക്ക് നിന്ന് ഫോട്ടോ എടുക്കാനാണ് പോയത്. സോ അവിടെ ഫോട്ടോ എടുക്കാൻ പോയപ്പോഴത്തേക്ക് ബിൻസി അവിടെ നിൽക്കുന്നു. ആശുപത്രി ബിഗ് ബോസിലുണ്ടായിരുന്നു ബിൻസി. താകൂറിൽ എനിക്ക് കുറച്ച് നേരം കൂടെ നിൽക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഫോൺ ചാർജ് ഇടണം. ആൻഡ് ആൾസോ ഒന്ന് ചായ കുടിക്കണം. അതുകൊണ്ട് നമ്മൾ ഈ കനകുന്നിലേക്ക് വന്നു. അപ്പോൾ ചായ കുടിച്ചിട്ട് നമ്മൾ നേരെ നിശാഗന്ധിയിലോട്ട് കയറും. സോ അതാണ് ഇപ്പോഴത്തെ അപ്ഡേഷൻ. താകൂർ കുറച്ച് നേരം കൂടെ നിന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ കുറച്ചുകൂടി ഫോട്ടോസ് എടുക്കായിരുന്നു. അവിടെ നിന്ന് വേറെ 2-3 സ്ഥലം ഉണ്ടായിരുന്നു, അവിടെ നിന്നും കൂടി ഫോട്ടോ എടുത്തിട്ട് തിരിച്ച് പോകാമെന്നും കരുതിയാൽ നിന്നത്. ഇനി പോകാൻ നടക്കുന്നില്ല. ഇനിയിപ്പോൾ ഇവിടെ തുടങ്ങിയല്ലോ പരിപാടി തുടങ്ങി സ്ഥിതി. ഇനി നമ്മൾ ഇവിടെ നിശാഗന്ധി ഒരു പ്രോഗ്രാം ഉണ്ട്. ഇനി നമ്മൾ നേരെ നിശാഗന്ധിയിലോട്ടായിരിക്കും പോകുന്നത്. താകൂറിൽ എന്തായാലും പോകുന്നില്ല. ജീവിതത്തിൽ അർത്ഥവത്തായി മാറ്റുവാൻ സിനിമയും കലയും ഒക്കെ ഒരു
30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിലേക്ക് ഏവർക്കും സ്വാഗതം.